നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവതയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചത് വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ചത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. എംഎൽഎക്കെതിരെ പരാതി നൽകാൻ വൈകിയത് ഭയം കൊണ്ടെന്നും എഫ്ഐആറിലെ ദുർബല വകുപ്പുകൾ ചേർത്ത പ്രതിയെ സംരക്ഷിക്കാനാണ് നീക്കമെന്നും കൃഷ്ണകുമാറും ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമെന്നും ബിജെപി വക്താവ് കെ സുരേന്ദ്രൻ. ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുലിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ ആക്ഷേപിച്ച DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. പരാതി വന്ന മാസങ്ങൾ ആയി എന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നോ എന്നും ആക്ഷേപം. രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP കോൺഗ്രസ് ഇരയ്ക്ക് ഒപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പാതാളത്തിലേക്ക് സ്വയം വീണുപോയ കോൺഗ്രസിനെ ഇനി ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങിയെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ LDF നേടുമെന്നും ബിനോയ് വിശ്വം. പാലക്കാട് നഗരസഭയിലെ BJP ഭരണം ഇത്തവണ അവസാനിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ. ഇരിങ്ങാലക്കുട സ്വദേശി റഫേലിനെതിരെയാണ് പോലീസ് സർക്കുലർ പുറത്തിറക്കിയത്. റഫേലിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലും പോലീസ് പരിശോധന. ചേലക്കരയിൽ BLOയെ അസഭ്യം വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പുള്ളി UP സ്കൂളിന് സമീപം തെരുവുനായയുടെ കടിയേറ്റത് 5 പേർക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ വിധി എഴുതുന്നത് 38,439 പേർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ, കുറവ് വോട്ടർമാർ പരുത്തിപ്ര ഈസ്റ്റ് 30-ാം വാർഡിൽ. നഗരസഭയിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡ് മാലിന്യമുക്തം. മാലിന്യം തള്ളൽ പൂർണ്ണമായി നിലച്ചത് CCTV ക്യാമറ സ്ഥാപിച്ചതോടെ. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4 ലക്ഷം രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചത് ശേഖരിച്ചു വെച്ച വീഡിയോയും ചിത്രങ്ങളും ഉപയോഗിച്ചെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. MLAക്കെതിരെ പരാതി നൽകാൻ വൈകിയത് ഭയം കൊണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. FIRൽ ദുർബല വകുപ്പുകൾ ചേർത്ത പ്രതിയെ സംരക്ഷിക്കാനാണ് നീക്കമെന്നും കൃഷ്ണകുമാറും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ആരോപിച്ചു. രാഹുലിനെതിരെ BJP ആദ്യം മുതൽ സമരരംഗത്തുണ്ടായിരുന്നു. പരാതിയില്ല എന്ന കോൺഗ്രസ് വാദം കഴിഞ്ഞ ദിവസത്തോടെ പൊളിഞ്ഞു. രാഹുൽ ഇന്നലെ വരെ ഒരു നിയമ നടപടിയും ആർക്കെതിരെയും സ്വീകരിക്കാത്തത് സംഭവം നടന്നു എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നതാണ്. കോൺഗ്രസ് രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയും പ്രാദേശിക നേതാക്കൾ രാഹുലിനെ വീരപുരുഷനാക്കുകയും ചെയ്തത് പ്രചരണത്തിൽ സജീവമാക്കി. പാലക്കാട് MP വരെ രാഹുലിനെ ന്യായീകരിച്ചു. രാഹുലിനെതിരായിട്ടുള്ള പരാതിയൊന്നുമില്ലല്ലോ. പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിന് നൽകട്ടെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ളത്. ഇന്നലത്തോടുകൂടി കോൺഗ്രസിൻ്റെ ആ വാദം, ദുർബലമായിട്ടുള്ള ആ വാദവും പൊളിഞ്ഞിരിക്കുക. ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ രാഹുൽ ഇത്രയും കാലം അദ്ദേഹത്തിനെതിരായിട്ട് വന്ന തെളിവുകൾ സംബന്ധിച്ച് നിയമപരമായിട്ട് സാധാരണ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വ്യാജമായിട്ട് നിർമ്മിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കായിരുന്നു. ഇത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കായിരുന്നു. ഇതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശാനുള്ള ശ്രമമായിരുന്നു. രാഹുൽ ഇന്നലെ മുതൽ ഒളിവിലാണ്. ഫോൺ സ്വിച്ച് ഓഫാണ്. കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ന്യായീകരിക്കുന്നു. MPക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനും അമ്മയും സഹോദരിയും ഇല്ല എന്ന് സംശയിക്കുകയാണ്. രാഹുലിനെതിരെ പ്രതികരിച്ച ഉമാ തോമസിനും VD സതീശനും വരെ സൈബർ ആക്രമണമുണ്ടായി. അതെല്ലാം കണ്ട് ഭയന്നാവും പെൺകുട്ടി പരാതി വൈകിച്ചത്. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ MLAയെ കണ്ടെത്താൻ കഴിയാത്തത് സംശയകരമാണ്. സ്വർണ്ണക്കൊള്ള വേറെ വിഷയം. അത് മറയ്ക്കാനാണ് രാഹുൽ മാങ്കൂട്ടം കേസ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നത് രാഹുലിനെ പ്രതിരോധിക്കാനാണ്. 2 കേസിലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നാണ് BJP നിലപാടെന്നും ഇരുവരും പറഞ്ഞു. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിശദമായി തന്നെ ജനുവരി മാസത്തിലെ 2 ദിവസങ്ങൾ
ഏപ്രിൽ മാസത്തിലെ ദിവസം, മാർച്ച് മാസത്തിലെ 3 തീയതികൾ ഉൾപ്പെടെയുള്ള ഡേറ്റ് സഹിതം ഇവിടെ പാലക്കാട്ട് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം. ആ ദിവസങ്ങളിൽ ഇതേ പെൺകുട്ടിയെ പാലക്കാട് എത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. നിരവധിയായ ഗുരുതരമായ കുറ്റകൃത്യമാണ് പാലക്കാടിൻ്റെ MLA ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടനടി അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്നും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും BJP വക്താവ് K. സുരേന്ദ്രൻ. അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമാണെന്നും തൃശൂരിൽ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു ഇരയുടെ കേവല പ്രശ്നമല്ല ഇതെന്നും 15 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും കളമശ്ശേരിയിൽ ചികിത്സ തേടിയ വിവരം പോലീസിന്റെ പക്കലുണ്ടെന്നും പ്രൊജൽ രേവണ്ണയുടെ കേസിന് സമാനമായ ഗൗരവ പ്രശ്നമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു ഇരയിൽ മാത്രം ഒതുക്കി അന്വേഷണ സംഘം കേസിലെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പുറത്തുവരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല. ഇതിനോടകം 15-ലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തു വരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിൽ അതിഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ് പോലെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് 15 പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത്. രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടിഷ്യൂ പേപ്പർ എടുക്കുന്ന പോലെയാണ് രാഹുലിനെതിരെ പരാതികളെന്നും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് സംസ്കാരമെന്നും മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ്, കേരളത്തിൻ്റെ മനസ്സാകെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീച പ്രവൃത്തി, വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ
കഴിയണമെന്നാണ്. ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ്. ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പൊതുസമൂഹത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തിയുടെ ആളുകളാണ് എന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം. അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ അധിക്ഷേപിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ. രാഹുലിനെതിരെ പരാതി വന്നിട്ട് മാസങ്ങളായി എന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നോ എന്നായിരുന്നു അധിക്ഷേപം. തെരഞ്ഞെടുപ്പ് സമയത്ത് പരാതി വന്നത് സംശയിക്കുന്നുവെന്നും ശബരിമല വിഷയം വന്നപ്പോഴാണ് ഒരു അവതാരമായി പെൺകുട്ടി വന്നിരിക്കുന്നതെന്നും ആക്ഷേപം. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. ഞാൻ ചോദിച്ചേ, അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥി, നിങ്ങൾ പത്രത്തിൽ കണ്ടു, അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒരു അവിടെ നിർത്തിയിട്ടില്ല. ഞാനാണല്ലോ കമ്മിറ്റി ചെയർമാൻ, ഇവിടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടല്ലോ, അദ്ദേഹം പങ്കാളിയല്ല, അദ്ദേഹം ഇടപെട്ടിട്ടില്ല, അദ്ദേഹത്തിന് ആലോചിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പാർട്ടിയുടെ അദ്ദേഹത്തെ ഒരു കാരണവശാലും അദ്ദേഹം അതിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ളത് 100% സത്യം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നും അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ DCC അധ്യക്ഷനായ താങ്കൾ ആ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ള തോന്നലുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഞാൻ ചോട്ടെ, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമാണ് അത് തെറ്റ്. ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് വിളിച്ചിട്ടില്ല, പങ്കെടുപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഏതെങ്കിലും അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന അല്ല ആരെങ്കിലും മറ്റേ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി 2 വോട്ട് ചോദിച്ചു പോയി എന്നല്ലാതെ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രചരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്ത് ഞങ്ങൾ വിളിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതിൽ സംശയിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞു. അത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ പറയേണ്ടതാണ്. ഇല്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്, കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെ വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട്, 6-7 മാസമായില്ലേ? എല്ലാവരുടെയും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ, ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. രാഹുലിനെ ന്യായീകരിച്ച് VK ശ്രീകണ്ഠൻ MP. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ MP. കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കഴിഞ്ഞ 3 മാസമായി പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഒരു വ്യക്തി പരാതി കൊടുത്താൽ, പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേ കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തുണ്ട്. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ, അതിനൊരു തടസ്സമില്ലല്ലോ. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയോ അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ 10 മുഖമായി. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്തുനിന്നെടുത്തുണ്ടോ? പാതാളത്തിലേക്ക് സ്വയം വീണുപോയ കോൺഗ്രസിനെ ഇനി ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങിയെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് LDF നേടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാലക്കാട് നഗരസഭയിലെ BJP ഭരണം ഇത്തവണ അവസാനിക്കുമെന്നും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ രക്ഷിക്കാനാണ് കോൺഗ്രസ് അക്ഷീണം ശ്രമിച്ചത്. അതിനിടയിൽ പരാതി കിട്ടിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതോടെ പാതാളത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം MLA-ക്കൊപ്പം കോൺഗ്രസും വീണുപോയി. കോൺഗ്രസ് ഇപ്പോൾ ചതുർമുഖം ഉള്ളത് 6ഉം 7ഉമായി മാറി. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും ഇനി സാധിക്കില്ല. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശി തുടങ്ങി.
കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ LDF നേടും. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ചാണ് LDF വോട്ട് തേടുന്നത്. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നടക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കലും വെല്ലുവിളിയുമാണ്. കളങ്കതയായ സ്ത്രീക്ക് പരാതി പറയാൻ മുഹൂർത്തം നോക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ കൈകൾ ഇപ്പോൾ ദുർബലമാണെന്നും ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലും മറ്റേ കൈ കോൺഗ്രസിൻ്റെ തോളിലും ഇട്ട് നടക്കുകയാണ്. അടുത്ത വർഷം അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേരളത്തിന് നാണക്കേടായ BJP ഭരണമുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. ഇത്തവണ ഇത് അവസാനിക്കും. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾക്കെതിരെ കേന്ദ്രത്തിൻ്റെ നിലപാട് കേന്ദ്രമന്ത്രിയെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിൻ്റെ വിലയിരുത്തലായി കണക്കാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് മുനിസിപ്പാലിറ്റി മുഖേന ഒരു കളങ്കമുണ്ടായ സ്ഥലമാണ് ഈ ജില്ല. ഇവിടെ BJP അധികാരം പിടിച്ചു പറ്റിയ സ്ഥലമാണ്. ഇത്തവണ BJPക്ക് ഇവിടെ തിരിച്ചടി ഉണ്ടാകും. BJP അവകാശവാദമൊക്കെ മുഴക്കിയാലും എല്ലാ അവകാശവാദങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇത്തവണ ജനങ്ങൾ BJPയെ കൈവിടും. പാലക്കാട്ടെ BJPയുടെ പരാജയം കോൺഗ്രസിൻ്റെ വിജയമാകുമോ? ഈ ചോദ്യം ചോദിക്കപ്പെട്ടേക്കാം. ഞങ്ങളുടെ മറുപടി ഇല്ല എന്നാണ്. ആ പരാജയം LDFൻ്റെ വിജയമാകും. ഇടതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും അർഹതപ്പെട്ട അവകാശപ്പെട്ട വിഹിതം കിട്ടണം. അത് കിട്ടുന്നില്ല. ഒരു ദുഃഖമുണ്ട്, ഒരു പരാതിയുണ്ട്, ഒരു അമർഷമുണ്ട്, ഒരു വിമർശനമുണ്ട്, ഒരു കേസുണ്ട്. അത് പറയാനുള്ള മുഹൂർത്തം ഏതാണെൻ്റെ മുഹൂർത്തം? കോൺഗ്രസ് പാർട്ടി പറയുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് വരുന്ന ഫസ്റ്റ് ആരോപണം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വരുന്ന രണ്ടാമത്തെ ആരോപണം. ഈ സമയത്ത് എന്തുകൊണ്ട് സംശയിക്കുന്നതിൽ എന്താണ് കുറ്റം പറയാൻ? അല്ല, ഒരു സ്ത്രീ ഏത് സ്ത്രീ ആകട്ടെ, ഒരു സ്ത്രീ ഇത്രയും ഗൗരവമേറിയ കാര്യത്തിൽ ഇത് പറഞ്ഞ കാര്യം ചെറിയ കാര്യമാണോ? ഒരാൾ പറയുന്നു നീ ഗർഭം ധരിക്കണമെന്ന്. ഒരാൾ ഗർഭം ധരിക്കലും ധരിക്കാതിരിക്കലും ഒരു പെണ്ണിൻ്റെ അവകാശമാണ്. നോ ആൺ, നോ മെയിൽ ഹാസ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ഹെർ റൈറ്റ്. അത് പെണ്ണിൻ്റെ അവകാശമാണ് ഗർഭം ധരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് അടിച്ചേൽപ്പിച്ചു. അതേ ആൾ തന്നെ പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ ഗർഭം രസിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ കളിപ്പാട്ടമായി കാണുന്നവർ, കേവലമായ ഉപഭോഗ വസ്തുവായി കാണുന്നവർ. CPI സംസ്ഥാന സെക്രട്ടറി അംഗം KP സുരേഷ് രാജ്, ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ. ഇരിങ്ങാലക്കുട സ്വദേശി റഫേലിനെതിരെയാണ് പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. റാഫേലിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലും പോലീസ് പരിശോധന. വിദേശത്തുള്ള റഫേലിനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി സിജോ ഉൾപ്പെടെ 6 പേരുടെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സിജോയുടേതാണ് കൊട്ടേഷൻ എന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ സിജോയ്ക്ക് പിന്നിൽ പ്രവാസി വ്യവസായി റാഫേൽ ആണെന്നും രാഗം സുനിലും ആരോപണമുയർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിലെ റാഫേലിൻ്റെ പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ വിദേശത്തുള്ള റാഫേലിനെ ഇമെയിൽ മുഖാന്തരം പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് മടങ്ങിയെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. റാഫേലിൻ്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഇതോടെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. അതിനിടെ കേസിൽ ഉൾപ്പെട്ട പത്തനംതിട്ട സ്വദേശിയായ പ്രതിക്ക് വേണ്ടിയും പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ BLOയെ അസഭ്യം വിളിച്ച യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 83-ാം ബൂത്തിലെ BLO ആയ അനീഷ മോളിന്റെ പരാതിയിലാണ് കേസ്. ചേലക്കര പത്തുകുടി പ്രദേശത്ത് കരുണാകരത്ത് വീട്ടിൽ പോയ സമയം ഓമനയുടെ മകൻ മധു എന്ന ആൾ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പരാതി. തൃശൂർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു പ്രതിക്കെതിരെ കേസെടുത്തത്.
ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കൊളപ്പുള്ളി UP സ്കൂളിന് സമീപം തെരുവ് നായയുടെ കടിയേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഷൊർണൂർ ടൗണിൽ വെച്ച് നായയുടെ കടിയേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ കുളപ്പുള്ളി UP സ്കൂളിന് സമീപം പ്രസവിച്ചു കിടന്നിരുന്ന പട്ടിയുടെ ആക്രമണത്തിലാണ് 5 പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവർ ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി കുത്തിവയ്പ്പെടുത്തു. പട്ടിയുടെ ആക്രമണത്തെ തുടർന്ന് പരിസരവാസികൾ ഭീതിയിലാണ്. 2 ആഴ്ച മുൻപ് ഷൊർണൂർ ടൗണിൽ വെച്ച് വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റ സംഭവമുണ്ടായിരുന്നു. അമ്മയോടൊപ്പം കടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേറ്റത്. തെരുവുനായയുടെ ആക്രമണം ഇടയ്ക്കിടെ ഉണ്ടാകുന്നതിനാൽ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും ഉയർന്നു വന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ 38,439 വോട്ടർമാർ. ഇതിൽ ഏറ്റവും കൂടുതൽ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ 1457 വോട്ടർമാരും ഏറ്റവും കുറവ് പരുത്തിപ്ര ഈസ്റ്റ് 30-ാം വാർഡിൽ 872 വോട്ടർമാരുമാണുള്ളത്. പ്രശ്നബാധിത ബൂത്ത് ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. ഷൊർണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പുരോഗമിച്ചു വരികയാണ്. ഇത്തവണ 35 വാർഡുകളായി ഉയർന്നപ്പോൾ ആകെ വോട്ടർമാർ 38,439 പേർ. ഇതിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ് 20,636 പേർ. പുരുഷ വോട്ടർമാർ 17,803 പേർ. ട്രാൻസ്ജെൻഡർ വോട്ടർമാരില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കണയം വെസ്റ്റ് 1-ാം വാർഡിലാണ് 1457 വോട്ടർമാർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പരുത്തിപ്ര ഈസ്റ്റ് 30-ാം വാർഡിൽ ആകെ 872 വോട്ടർമാരാണുള്ളത്. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളെല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. മുനിസിപ്പൽ പരിധിയിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് പറഞ്ഞു. 35 വാർഡുകളിലായി 35 ബൂത്തുകളാണ് സജ്ജീകരിക്കുക. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബൂത്ത് ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂം, വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവ നടക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡിൽ വഴിയോര ക്യാമറ സ്ഥാപിച്ചതോടെ മാലിന്യം തള്ളൽ പൂർണ്ണമായും നിലച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചത്. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 500,000 രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മലയോര പ്രദേശത്തു കൂടി പോകുന്ന ഗ്രാമീണ റോഡായതിനാൽ ആൾതാമസം കുറവാണ്. ഇത് മുതലെടുത്താണ് രാത്രിയുടെ മറവിൽ വ്യാപകമായി റോഡിനരികിൽ മാലിന്യം തള്ളിയിരുന്നത്. മാലിന്യങ്ങൾ ലോഡ് കണക്കെ തള്ളുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരുന്നു. മാലിന്യങ്ങൾ കാക്കകൾ കൊത്തി സമീപ കിണറുകളിൽ ഇടുന്നതും ജലം മലിനമാകുന്നതും പതിവായി. ജനങ്ങൾ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് ഭരണസമിതി യോഗത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനമായത്. ക്യാമറ സ്ഥാപിച്ചതോടെ പുതുതായി ഒറ്റ മാലിന്യം പോലും ഇവിടെ തള്ളിയിട്ടിട്ടില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 500,000 രൂപയാണ് പിഴ ഈടാക്കുക. ഒരു വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് അധികാരികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സാമ്പത്തിക പ്രതിസന്ധി എയ്ഡ്സ് രോഗനിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികളെ മറികടന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പാലക്കാട് DMO ഡോക്ടർ TV റോഷ്, എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ B റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 1-ന് പാലക്കാട്ട് ബോധവൽക്കരണ റാലി നടത്തുമെന്നും ഇരുവരും അറിയിച്ചു. ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്നത് 24-25 നോക്കുമ്പോൾ 98 കേസായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മുതൽ 7 മാസത്തിനിടയിൽ തന്നെ നമുക്ക് 83 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ടാർഗറ്റഡ് ഇന്റർവെൻഷൻ, അത് ആക്ച്വലി ഇപ്രാവശ്യത്തെ ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നൊരു ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം തന്നെ കുറേ കാലമായിട്ട് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നില്ലാലും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വെക്കാൻ കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഫണ്ടിങ് മുമ്പത്തെ അപേക്ഷിച്ച് പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ടിങ് കുറവാണ്. ഇപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലായാലും ഫണ്ടിങ് വരുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം സ്ലോഗൻ അങ്ങനെ വെക്കാൻ കാരണം. പിന്നെ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി 95-95-95 എന്നാണ്. അതായത് രോഗം ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നവരിൽ 95% ആളുകളെയും നമ്മൾ കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിച്ച ആളുകളിൽ 95% ചികിത്സ പരിപൂർണമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ആളുകളിൽ 95% ആളുകളിലും വൈറൽ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. എയ്ഡ്സ് രോഗികളായ 95% പേരെയും കണ്ടെത്തി 95% രോഗനിവാരണ പ്രവർത്തനങ്ങൾ നടത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ജില്ലയിൽ വർധനവുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പടരുന്നത് തടയാൻ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 31-ന് ദീപം തെളിയിക്കൽ, 1-ന് ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ കിയോസ്കുകൾ, കലാപരിപാടികൾ എന്നിവ നടക്കുമെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
DMO ഡോക്ടർ റോഷ്, എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ റിയാസ് ബി എന്നിവർക്ക് പുറമെ ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ എസ് സുനിൽകുമാർ, മീഡിയ ഓഫീസർ എസ് നയന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഭാരതപ്പുഴ ഞാവളുംകടവ് തടയണയിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മങ്കര കണ്ണമ്പരിയാരം കോഴിച്ചുണ്ട വീട്ടിൽ അയ്യാവുവിൻ്റെ മകൾ 82 വയസ്സുള്ള ദാശായണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അവിവാഹിതയായ ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പവർ ബ്രിഗേഡ് ആരംഭിച്ചു. കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ശ്രദ്ധിക്കുക, ആരോഗ്യബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുക, റോഡ് നിയമങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയും നേതൃഗുണമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ സമഗ്ര വിദ്യാർത്ഥി വികസന പദ്ധതി പവർ ബ്രിഗേഡിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് KS സബീർ നിർവഹിച്ചു. B.Ed ഹോസ്റ്റലിൽ പഠിക്കുന്ന സാഹചര്യം അവിടെ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിയാണ് കഴിക്കുക. അതായത് രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യപ്പെടും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു പോയിന്റ്, അങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പോയിന്റുകൾ ബുക്കിൽ നോട്ട് ചെയ്യപ്പെടും. പല സാഹചര്യങ്ങളും ആ പോയിന്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ സംസ്കൃതം പഠിക്കുന്ന ഒരു സുഹൃത്ത് മാസങ്ങൾക്ക് ശേഷം ഹോസ്റ്റലിലേക്ക് കടന്നു വരുന്നു. ഒരു കണക്കിന് അവൻ ഈ ഒരു രഹസ്യം കണ്ടുപിടിക്കുകയാണ്, എന്തുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നില്ല പലപ്പോഴത്തെ. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവന് ഉച്ച സമയത്ത് ക്ലാസ് വിട്ട് ഈവനിങ് ക്ലാസ് വിട്ട് വരുമ്പോ അവൻ എന്നോട് പറയും പുറത്തൊന്ന് പോകണം. അപ്പൊ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണ്, കൂടെ എപ്പോഴും ഉണ്ടാകും, എന്നെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന ഒരാൾ തന്നെയാണ്. എനിക്കത് പുറത്തു പോകണം. ഓക്കെ, അവന്റെ പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവൻ ഹോട്ടലിന്റെ മുന്നിലെത്തിയാൽ പറയും എനിക്കൊരു ചായ കുടിക്കണം, കൂടെ പോകും. അപ്പൊ അവൻ പറയും എനിക്ക് മസാല ദോശ കഴിക്കണം. അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ട. അതെന്താ മസാല ദോശ കഴിച്ചാല്? അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് അവനിത് ആവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു പോയി. എക്സാമിന് ഫീസ് അടയ്ക്കണം. അന്ന് 1200 രൂപയുടെ ആവശ്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. കാരണം കാശില്ല, പണം വേണം. അമ്മയടുത്ത് പോയിട്ട് പറഞ്ഞു കുറച്ച് കാശ് വേണം. അമ്മയടുത്ത് ഒന്നും സത്യത്തിലൊന്നും കാശ് ഉണ്ടായിരുന്നില്ലെന്നല്ല. അമ്മ പലരോടും ചെറുതായിട്ടെങ്കിലും അന്വേഷിച്ചു, പൈസയ്ക്ക് പ്രയാസപ്പെട്ടു. നാട്ടിലെ സകല സുഹൃത്തുക്കളോടും നമ്മൾ പറയുന്ന നമുക്ക് ചുറ്റിലുമുള്ള പല സുഹൃത്തുക്കളോടും വന്ന് ഞാൻ ആ പണത്തിന് വേണ്ടി പുറകെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളരെ കുറച്ച് അമ്മ തന്ന 300 രൂപ കൊണ്ട് അന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് വീണ്ടും മടങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി അധ്യക്ഷത വഹിച്ചു. സൗഹൃദ ദിനാഘോഷ പരിപാടികൾ മലയാളം അധ്യാപകനായ P ഷിജു ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് A ചിത്രലേഖ, അധ്യാപകരായ A പുഷ്പമണി, K ശ്രീധന്യ, P സ്വപ്ന, ഷിജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻ്റ് കൗൺസിലിംഗ് സെൽ കേരളം ആവിഷ്കരിച്ച സൗഹൃദ ക്ലബിൻ്റെ കീഴിൽ സൗഹൃദ കോർഡിനേറ്റർ, കരിയർ ഗൈഡ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പവർ ബ്രിഗേഡ് പ്രവർത്തനം. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 140 സ്കൂളുകളിൽ ഈ പദ്ധതിക്കായി തൃശ്ശൂർ ജില്ലയിൽ തിരഞ്ഞെടുത്ത 3 സ്കൂളുകളിലൊന്നാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കലാലയങ്ങളെ ക്യൂയർ സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കോളേജുകളിൽ റെയിൻബോ ക്ലബ്ബുകൾ ആരംഭിക്കുന്നു. ആദ്യപടിയായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആരംഭിച്ച റെയിൻബോ ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. സ്വവർഗ ലൈംഗികതയിൽ താൽപ്പര്യമുള്ളവരുടെ മാനസിക ശാരീരിക സംഘർഷങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്താനും സമൂഹത്തിന് കഴിയണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ജനിതക ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഇത് വ്യക്തികളുടെ കുറ്റമല്ലെന്നും ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൽ ക്വീയർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കലാണ് മുഖ്യ ലക്ഷ്യം. ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന സംഖ്യകക്ഷികളെ വളർത്തിയെടുക്കലും ലക്ഷ്യമാണ്. പ്രിൻസിപ്പാൾ SL സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്വീയർ ആക്ടിവിസ്റ്റ് ആര്യ വാസുകി, സ്റ്റാഫ് കോർഡിനേറ്റർ ആരതി അശോകൻ, യൂണിയൻ ചെയർമാൻ KG ഭഗത്, പ്രതീഷ് ഉത്തരപ്രകാശ് എന്നിവർ സംസാരിച്ചു. വിക്ടോറിയയ്ക്ക് പുറമെ തോലന്നൂർ, കൊഴിഞ്ഞമ്പാറ ഗവൺമെൻറ് കോളേജുകളിലും പാലക്കാട് മെഡിക്കൽ കോളേജിലും റെയിൻബോ ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ,
പാലക്കാട്. വാടനംകുറിശി പരുത്തിപ്പുറ റോഡിൽ കട്ടവിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ക്യാപിറ്റൽ കമ്പനി മുതൽ മെയിൻ റോഡ് വരെ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും കുളപ്പുള്ളി വഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. പരുത്തിപ്പുറ ഷൊർണൂർ പാതയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഭാഗത്താണ് പാത നിർമ്മാണം നടക്കുന്നത്. മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അതിർത്തി പ്രദേശമായ ക്യാപിറ്റൽ കമ്പനി മുതൽ മെയിൻ റോഡ് വരെയുള്ള ഭാഗം നേരത്തെ തകർച്ചയിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് മുൻപ് തന്നെ നവീകരണ പ്രവൃത്തികളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. നിലവിൽ പഴയ ടാറിംഗ് പൊളിച്ചുമാറ്റി ലെവലിംഗ് നടത്തിയാണ് കട്ടവിരിക്കൽ പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുന്നത്. 700 മീറ്ററോളം ദൂരം നവീകരണം നടപ്പാക്കും. കട്ടവിരിക്കുന്ന പ്രവൃത്തികൾ ഇതിനകം പുരോഗമിക്കുകയാണ്. മെയിൻ റോഡ് ഭാഗവും ക്യാപിറ്റൽ കമ്പനി മുൻവശവും വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അടച്ചിട്ട നിലയിലാണ്. പ്രവൃത്തികൾ കഴിയുന്നതുവരെ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് കട്ടവിരിക്കൽ നടക്കുന്നത്. എല്ലാ വാഹനങ്ങളും കുളപ്പുള്ളി വഴി കടന്നു പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗീതാ ജയന്തിയോടനുബന്ധിച്ച് പാലക്കാട്ട് ഇസ്കോൺ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. മൂത്താന്തറ കണ്ണകിയമ്മൻ ക്ഷേത്രത്തിലാണ് മത്സരങ്ങളെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50ഓളം വിദ്യാലയങ്ങളിലെ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ക്വിസ്, കഥാകഥനം, ഡ്രോയിങ്, കളറിംഗ്, ഫാൻസി ഡ്രസ് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 30-ന് നടക്കുന്ന മത്സരത്തിന് പുറമെ കൃഷ്ണഭക്തർ ചേർന്ന നാരായണീയ പാരായണവും പ്രഭാഷണവും നടത്തും. ഗീതാഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണകിയമ്മൻ ക്ഷേത്ര പരിസരത്തുള്ള 500 വീടുകളിൽ ഭഗവത്ഗീത എത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്റർ സ്കൂൾ കൾച്ചറൽ കോമ്പറ്റീഷൻ, അതോടനുബന്ധിച്ച് നമ്മുടെ മൂത്താന്തറ കണ്ണകിയമ്മൻ ക്ഷേത്രത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ മത്സരം നടക്കുന്നത്. കളറിംഗ് കോമ്പറ്റീഷൻ, ശ്ലോക ചാൻഡിങ് തുടങ്ങിയിട്ടുള്ള മറ്റ് കഥാകഥനം, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനദാന ചടങ്ങുണ്ട്. പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ്, കൺവീനർ ഗോകുലപതി ഗോവിന്ദദാസ്, കോർഡിനേറ്റർ ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശന സ്മരണ ആചരിച്ച് ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രം. ചടങ്ങ് ആധ്യാത്മിക പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരുമായിട്ടും അന്നൊന്നും ഇത്ര ശക്തമായിട്ടുള്ള വേദമാണ്. മറ്റുള്ളവർക്ക് വിവേകാനന്ദ സ്വാമി ഇത്ര അറിയപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നിറങ്ങി അമേരിക്കൻ തെരുവുകളിലൂടെ അരഞ്ഞ് ചിക്കാഗോയിലെത്തണം. എത്തി ആരും താമസിപ്പിക്കാൻ അവിടെ മൊത്തത്തിൽ പൂർണ്ണമായ അക്കോമഡേഷനും സൗകര്യങ്ങളും സുഖപ്പെടും ഒന്നും ആരും ചെയ്തിട്ടില്ല. വീട്ടിൻ്റെ പാകമുള്ള ഭാഗമാണ് ആരോ തമാശക്കാണോ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസും ബാക്കിയൊക്കെ അറിയാം. നോക്കിയപ്പോൾ വാണ്ടകാദ്യം കുറേ വിഷമിച്ചു. അതിലധികം ഉറപ്പിച്ചു, ഈശ്വരൻ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് നിയോഗിച്ചത്, എൻ്റെ അമ്മ മഹാകാളി എന്തിനാണ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത്, അവരെന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് കൃത്യതയിൽ അവിടെ ഇരിക്കല്ല. ആ കാവ്യം 2 കാവ്യങ്ങളും പുറത്തവിടെ. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു. CN ഭവദാസനുണ്ണി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ പ്രകാശ് ചുനങ്ങാട്, K. രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാമി വിവേകാനന്ദൻ നട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആൽമരത്തിൽ ഫലകം സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ വരുത്തിയ വീഴ്ച ഖേദകരമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. എത്രയും പെട്ടെന്ന് പ്രതിമ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മറ്റൊലി. നമ്മുടെ റോഡുകളിൽ കാൽനടയാത്രക്കാർ സുരക്ഷിതരല്ലെന്ന പരാതി ഏറെക്കാലമായി ഉയരുന്നുണ്ട്. റോഡ് നിർമ്മാണ ഘട്ടത്തിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സൗകര്യം ഒരുക്കേണ്ടതല്ലേ? കാൽനടയാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? മാറ്റുലിയിലേക്ക്. ഈ ഇപ്പോഴത്തെ നമ്മുടെ റോഡുകളുടെ പണികളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഈ റോഡ് നിർമ്മിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കാൽനട യാത്രക്കാർക്കായാലും സൈക്കിളുകാർക്കായാലും അതല്ലെങ്കിൽ 2 വീലറുകാർക്കൊക്കെ പോകുന്നതിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പാത്ത് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്.
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വഴി നല്ല വഴിയായി കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഒന്നാമത് സമയം എന്നുള്ളത് ബസ്സുകാരെ സംബന്ധിച്ചൊക്കെ വളരെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. അവരൊക്കെ സെക്കൻഡുകൾക്കും മിനിറ്റുകളൊക്കെയാണ് അവർക്കുള്ള എന്താ പറയുക സമയമുള്ളത്. ഞാനൊരു പഴയ കണ്ടക്ടറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ബസ്സുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പോൾ അവർ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, പക്ഷേ ഇന്ന് ഇവിടുത്തെ നമ്മുടെ സാധാരണ കാൽനട യാത്രക്കാർക്കോ അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാർക്ക് ഇരുചക്ര വാഹനക്കാർക്ക് പോകുന്ന വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അപകടങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികൃതർ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു റോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മുടെ കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇരുചക്ര വാഹനക്കാർക്കും പോകുന്നതിനുള്ള വഴി ഉണ്ടാക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവതയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചത് വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ചെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. MLA-ക്കെതിരെ പരാതി നൽകാൻ വൈകിയത് ഭയം കൊണ്ടെന്നും FIR-ലെ ദുർബല വകുപ്പുകൾ ചേർത്ത പ്രതിയെ സംരക്ഷിക്കാനാണ് നിയമമെന്നും കൃഷ്ണകുമാറും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമെന്നും BJP വക്താവ് K. സുരേന്ദ്രൻ. ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുലിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ ആക്ഷേപിച്ച DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പരാതി വന്ന മാസങ്ങൾ ആയി എന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നോ എന്നും ആക്ഷേപം. രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP കോൺഗ്രസ് ഇരയ്ക്ക് ഒപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പാതാളത്തിലേക്ക് സ്വയം വീണുപോയ കോൺഗ്രസിനെ ഇനി ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ കാറ്റ് വീശിത്തുടങ്ങിയെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ LDF നേടുമെന്നും ബിനോയ് വിശ്വം. പാലക്കാട് നഗരസഭയിലെ BJP ഭരണം ഇത്തവണ അവസാനിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ. ഇരിങ്ങാലക്കുട സ്വദേശി റഫേലിനെതിരെയാണ് പോലീസ് സർക്കുലർ പുറത്തിറക്കിയത്. റഫേലിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലും പോലീസ് പരിശോധന. ചേലക്കരയിൽ BLOയെ അസഭ്യം വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പുളപ്പള്ളി UP സ്കൂളിന് സമീപം തെരുവുനായയുടെ കടിയേറ്റത് 5 പേർക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ വിധി എഴുതുന്നത് 38,439 പേർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ, കുറവ് വോട്ടർമാർ പരുത്തിപ്പുറ ഈസ്റ്റ് 30-ാം വാർഡിൽ. നഗരസഭയിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡ് മാലിന്യമുക്തം. മാലിന്യം തള്ളൽ പൂർണ്ണമായി നിലച്ചത് CCTV ക്യാമറ സ്ഥാപിച്ചതോടെ. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4 ലക്ഷം രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.